ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത്. മത്സരം നടക്കുന്ന മറ്റെവിടെയല്ല, ഏപ്രിൽ 10 കൃത്യം 7:30 കേട്ടോ. നമ്മുടെ ജയ്പൂരിലുള്ള നമ്മുടെ രാജസ്ഥാൻ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മത്സരത്തിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് നമ്മുടെ ഏപ്രിൽ 6 നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിൽ കളിച്ചൊരു സെയിം ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിന്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം റീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കൂടുതൽ നമ്മൾ ഇതിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ആ ഒരു പിച്ചിന്റെ ഘടന മനസ്സിലാക്കുമ്പോൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് അങ്ങനെ റീസെന്റ് നടന്ന മത്സരങ്ങളാണ്. സോ അപ്പോൾ റീസെന്റ് നടന്ന ഒരു മത്സരം തന്നെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. 2 ദിവസം മുന്നേ നടന്ന ഒരു മത്സരം തന്നെയാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിൽ കളിച്ച മത്സരം. ഇതാണ്ടില്ലേ, ഈ ഒരു മാച്ചിനെ പറ്റി പറയുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തത് നമ്മുടെ ബാംഗ്ലൂരു ആയിരുന്നു. 183 റൺസിന് 3 വിക്കറ്റ്. നമ്മുടെ 19ാമത്തെ ഓവറാകുമ്പോൾ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ജയിക്കുക ചെയ്ത്. ചേസിംഗ് ആയിരുന്നു, ചേസിംഗ് ഈസി ആയിട്ട് അവർ വിൻ ചെയ്തു കേട്ടോ. നമ്മുടെ ബാംഗ്ലൂരിൽ നമ്മുടെ ധോണിയല്ല, വിരാട് കോഹ്ലി 113 റൺസ് എടുത്ത ആ ഒരു മാച്ച് തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫാഫ് ഡുപ്ലിസി 44. സ്കോറൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ഓർഡർ ഇറങ്ങിയ ബാറ്റ്സ്മാൻമാരാണ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. രാജസ്ഥാനിലോട്ട് നോക്കുന്ന സമയത്ത് ടോപ്പ് ഓർഡറിൽ ഇറങ്ങിയ ജയ്സ്വാൾ ഔട്ടായി, ബട്ട് ജോസ് ബട്ട്ലർ 100 റൺസാണ് കേട്ടോ അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയ സഞ്ജു സാംസന് നല്ലൊരു പെർഫോമൻസ് ആ ഒരു മത്സരത്തിന് കാണാൻ സാധിച്ചു. ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ടേക്കിംഗ് നോക്കിയാൽ 2 വിക്കറ്റ് വേണത്തിൽ ചഹൽ, 1 വിക്കറ്റ് ബർഗറാണ്. സോ 1 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, 2 വിക്കറ്റ് സ്പിന്നർ എന്നുള്ള രീതിക്കാണ് ഒരു ഫസ്റ്റ് ഇന്നിങ്സ് പോയത്. സെക്കൻഡ് ഇന്നിങ്സ് നോക്കുന്ന സമയത്ത് ട്രോഫി 2 വിക്കറ്റ്, യാഷ്ടായൽ 1 വിക്കറ്റ്, അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ് 1 വിക്കറ്റ്. അപ്പോൾ ടോട്ടലി നോക്കുന്ന സമയത്ത് 5 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ്, 2 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് ഈ ഒരു മത്സരത്തിൽ എടുത്തിരിക്കുന്നത്. എനിക്ക് എസ്പെഷ്യലി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ പക്ക ബാറ്റിംഗ് പിച്ചാണ്. നമുക്ക് റീസെന്റ് നടന്ന മത്സരങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ അതിന് മുന്നത്തെ സീസണിലൊക്കെ ബട്ട്ലറൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഈ ഒരു ഗ്രൗണ്ടിലായിരുന്നു. ഏകദേശം അടുപ്പിച്ച് 100 അല്ല 50 ഒക്കെ അടിച്ച ആ ഒരു മത്സരമൊക്കെ അല്ലേ, അതൊക്കെ ഈ ഒരു സെയിം ഗ്രൗണ്ടിലായിരുന്നു. സോ അപ്പോൾ പിച്ചിനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ് നമ്മുടെ ജയ്പൂരുള്ള പിച്ച്, മാൻസിംഗ് സ്റ്റേഡിയം. സോ തീർച്ചയായിട്ടും നമ്മുടെ രാജസ്ഥാൻ റോയൽസിന് അതിൻ്റെ ഒരു ടച്ച് കൂടി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാജസ്ഥാൻ റോയൽസിൻ്റെ കയ്യിൽ നിന്ന്. സോ അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ച്, അതുപോലെ റീസൺ ആണ് കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് നോക്കാം. പിച്ചിനെ പറ്റി ഒരുപാട് ഞാൻ പറയുന്നില്ല, റീസൺ എന്ന മത്സരങ്ങളും എല്ലാം കൂടെ എടുത്തൊരു കൺക്ലൂഷനും കൂടെ ഞാൻ ഇതിൽ അവതരിപ്പിച്ച് തരാം. ഈ ഒരു മാൻസിംഗ് സ്റ്റേഡിയത്തിനെ പറ്റി നടക്കുന്നത് 2023 5 മത്സരങ്ങളാണ് കളിച്ചതിൽ 3 മത്സരം ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തത്, 2 മത്സരം ചേസിംഗ് ചെയ്തുകൊണ്ട് ടീമാണ് വിൻ ചെയ്തത്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 172, സെക്കൻഡ് ഇന്നിംഗ് സ്കോർ 142 ആയിരുന്നു. ഹയസ്റ്റ് സ്കോർ 217 റൺസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു. അതുപോലെ തന്നെ ലോവസ്റ്റ് സ്കോർ നോക്കുന്ന സമയത്ത് 59 റൺസിന് ഓൾ ഔട്ട് ബാംഗ്ലൂർ വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 55 മത്സരങ്ങളിൽ 20 ഫസ്റ്റ് ബാറ്റിങ്ങും, അതായത് ഓവറോൾ ആട്ടോ പറയുന്നത്. മുന്നേ പറഞ്ഞത് റീസെന്റ് നടന്ന 2024 IPL റെക്കോർഡ്സ് ആയിരുന്നു. ഇപ്പം പറയുന്നത് ഓവറോൾ ആണ് പറയുന്നത്. ടോട്ടൽ പ്ലേയുടെ 55 മത്സരങ്ങളാണ് ടോട്ടൽ പ്ലേ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത് 20 എണ്ണവും, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത് 35 എണ്ണവുമാണ് കേട്ടോ. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 161 റൺസാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 161, അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് 357 വിക്കറ്റുമാണ് ടോട്ടലി ഇവിടെ എടുത്തിട്ടുള്ളത്. സ്പിന്നേഴ്സ് 182. കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സിനാണ് കുറച്ചുകൂടെ സ്പിന്നേഴ്സിനെ അപേക്ഷിച്ച് സപ്പോർട്ട് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. തീർച്ചയായിട്ടും നല്ലൊരു റൺസ് പ്രതീക്ഷിക്കാം. വിക്കറ്റ്സ് വീഴുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഡെത്ത് ഓവേഴ്സുള്ള ബോളേഴ്സിനെ മാക്സിമം പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഡെത്ത് ഓവറിലാണ് കൂടുതലും വീഴാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ സ്പിന്നേഴ്സും വിക്കറ്റ്സ് എടുക്കാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള സ്പിന്നേഴ്സിനെ നിങ്ങൾ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരുന്നു നല്ലത്. അപ്പോൾ ഡബിൾ അഡ്വാൻറ്റേജ് ആവും. അതേസമയം സ്പിന്നേഴ്സിനെ മാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വിക്കറ്റ്സ് എടുക്കും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ആയാണ്. സോ തീർച്ചയായിട്ടും ഒരു ഓൾറൗണ്ടർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഒരു സ്പിന്നറായിട്ട് ചൂസ് ചെയ്യുന്ന ഓൾറൗണ്ടറെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതുപോലെ തന്നെ വെതർ റിപ്പോർട്ടൊക്കെ നോക്കുന്ന സമയത്ത് 36 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ചൂടാണ്. റെയിൻ പോസിബിലിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ GT വേഴ്സസ് ഗുജറാത്ത് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിൽ ഇതുവരെ 5 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയുള്ളത്. ഇതിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് 4 മത്സരം കൂടി വിൻ ചെയ്തില്ല. 1 മത്സരം നമ്മുടെ രാജസ്ഥാൻ റോയൽസ് കൊണ്ട് വിൻ ചെയ്തില്ല. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ഏത് മത്സരമാണ് നമ്മുടെ രാജസ്ഥാൻ വിൻ ചെയ്തത് 2023 ഏപ്രിൽ 16 നടന്ന ഒരു മത്സരമായിരുന്നു കേട്ടോ. മെയ് 5 നടന്ന GT വിൻ ചെയ്തു 2023. അതുപോലെ തന്നെ 2022 മെയ് 29 GT തന്നെയാണ് വിൻ ചെയ്തത്. അതുപോലെ തന്നെ 2024
2022 മെയ് 24 നമ്മുടെ GT തന്നെയാണ് വിൻ ചെയ്തത്. 2022 ഇത് എന്തുവാ അത് 14 ഏപ്രിലിന് നമ്മുടെ GT ആണ് വിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ കൂടുതലും ഇവിടെ GTക്കാണ് ഇവിടെ പോസിബിലിറ്റീസ് കൂടുതൽ. ബട്ട് ഈ ഒരു പ്രാവശ്യം ടീമൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യണം. നമ്മുടെ രാജസ്ഥാൻ റോയൽസും അത്യാവശ്യം നല്ല സപ്പോർട്ട്, നല്ലൊരു ഇമ്പാക്റ്റുള്ള പ്ലെയേഴ്സ് ഒരുപാട് പേരുണ്ട്. നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്താൻ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ആപ്ലിക്കേഷൻ ഉണ്ടോ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ കുബേര ഫാന്റസി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിൽ നമുക്ക് ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കൂടാതെ നമ്മുടെ ഡ്രീം ലെവലിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഡ്രീം ലെവലിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏകദേശം 40 രൂപയുടെ ഡിഫറൻസ് ഒക്കെ വരുന്നത്. 4 മത്സരം കളിച്ച് കഴിഞ്ഞാൽ 40 × 4 160 രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഡ്രീം ലെവലിൽ നിന്ന് ഇതിലോട്ട് മാറിയോണ്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സാധിക്കും. അതേസമയം ഈ കളിച്ച മത്സരങ്ങളിൽ 4 എണ്ണം വിൻ ചെയ്യും കൂടെ ചെയ്താൽ നിങ്ങൾക്കല്ലേ പ്രോഫിറ്റ്. സോ എന്തായാലും ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കോൺടെസ്റ്റ് ഇതുപോലെ ഒരുപാട് എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മുടെ കുബേര ഫാന്റസിയിലുള്ളത്. നമ്മളെ ഓരോ കോൺടെസ്റ്റ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ മതിയാവില്ല. അത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് കോൺടെസ്റ്റ് വെറൈറ്റി ആയിട്ട് വെറൈറ്റി കോൺടെസ്റ്റുകളും ഉണ്ട്. അതുകൂടാതെ എൻട്രി ഫീസും വളരെ കുറവാണ്. അതുകൂടാതെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ഇടാതെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ്. നമ്മൾ 5 പ്ലെയേഴ്സിനാകും. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ശിഖർ ധവാനാണ് നമ്മുടെ ഓപ്പോണന്റ് പിക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് അവിടെ അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാരിസ്റ്റോ ആണെങ്കിൽ ബാരിസ്റ്റോനെ പിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഓപ്പോണന്റ് ശിഖർ ധവാൻ നമ്മൾ ചൂസ് ചെയ്ത് ബാരിസ്റ്റോ ആണ് ഏറ്റവും കൂടുതൽ അവിടെ പോയിന്റ് എടുത്തിരിക്കുന്നത്. ഈ 2 പേരിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തിരിക്കുന്നത് ബാരിസ്റ്റോ ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സിമ്പിളായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് നമ്മുടെ കുബേര ഫാന്റസി. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷനിലോ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. 29 രൂപയ്ക്കൊക്കെ GL ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ 5 രൂപയ്ക്ക് GL ഉണ്ട്, മിനി GL ആണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഡ്രീം ലെവലിൽ ഇല്ലാത്ത ഒരുപാട് തരം വെറൈറ്റി വ്യത്യസ്ത തരം കോൺടെസ്റ്റുകളുണ്ട്. ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി 50,000 രൂപയ്ക്ക് ഗീവേയും കൊടുക്കുന്നുണ്ട് നമ്മുടെ വിഷൻ ലെവലിൽ. അടുത്തായി പറയാൻ പോകുന്നത് നമ്മുടെ സ്പോർട്ടസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. കിഡിലനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ. അതുകൂടാതെ ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഈ പോപ്പ് വിൻഡോ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. നമ്മളെ ആ കുബേര ആ ഡ്യൂ ഓപ്ഷനിൽ ആ ഒരു സെയിം മെത്തേഡാണ്. ഈസി ആയിട്ട് പൈസ ഏൺ ചെയ്യാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് ഏൺ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒന്ന് നമ്മുടെ സ്പോർട്ടസി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചോയ്സിൽ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. ഡെയിലി ഗീവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ കുബേരയിൽ കണ്ട പോലെ തന്നെ കോപ്പ് വിൻഡോ ഉണ്ട്. അതായത് നമ്മുടെ കുബേര ഡ്യുവോ ഇവിടെ കോപ്പ് എന്നാണ്. 5 പ്ലേയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്യുക. അത്രയുള്ള സിമ്പിൾ പരിപാടിയാണ്. ബാറ്റ് ബോളിലോ എന്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റ് അപ്ലിക്കേഷൻസ് ആണ്. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തതിനാൽ തീർച്ചയായും ട്രൈ ചെയ്യുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് നമുക്ക് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന ആയിരിക്കും നോക്കിയാൽ രാജസ്ഥാൻ റോയൽസിലോട്ട് നോക്കിയാൽ ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, അതുപോലെ തന്നെ ധ്രുവ് ജുവൽ, ഷിരോൺ ഹെറ്റ്മേ, രവിചന്ദ്ര അശ്വിൻ, അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ട്, ആവേശ് ഖാൻ, ബർഗർ, അതുകൂടാതെ നമ്മുടെ യുവരേന്ദ്ര ചഹൽ. ഇത്രയും പേരാണുള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മുടെ ശുഭാം ദൂബെ ഇഫ് ബാറ്റിംഗ് ശുഭാം ദൂബെ വരാൻ ചാൻസ് ഉണ്ട്. മറ്റേ ദൂബെ അല്ല കേട്ടോ, ഇത് വേറെ പ്ലെയറാണ്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ആയതുകൊണ്ട് നമ്മുടെ ചഹാലിൻ്റെ സ്ഥാനത്തോട്ട് ആ ഒരു പുള്ളി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ശരത് VR, മറ്റേ ഒരു വിക്കറ്റ് കീപ്പറാണ്. അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ, രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, അതുപോലെ നൂർ അഹമ്മദ്, അതുകൂടാതെ ഉമേഷ് യാദവ്, സ്പെൻസർ ജോൺസൺ, ദർശൻ നേൽക്കണ്ടെ, പിന്നെ നമ്മുടെ മോഹിത് ശർമ്മ. ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കെയിൻ വില്യംസൺ വരാൻ ചാൻസ് ഉണ്ട് മോഹിത് ശർമ്മയുടെ സ്ഥാനത്തോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കീ പ്ലെയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശുഭ്മാൻ ഗിൽ, അതുപോലെ റാഷിദ് ഖാൻ, അതുപോലെ സഞ്ജു സാംസൺ, ചഹാൽ. ഇത്രയും പേരാണ് നമ്മുടെ കീ പ്ലെയേഴ്സ്. ഇതിൽ മസ്റ്റായിട്ട് 2 പേരെ പിക്ക് ചെയ്യാൻ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റാഷിദും സഞ്ജു സാംസണുമാണ്. ഇനി H2H റെക്കോർഡ്സ് പറയാം. അതായത് നമ്മുടെ രാജസ്ഥാൻ റോയൽസിത്തെ ഒരു പ്ലെയർ അഗെയിൻസ്റ്റ് ആയിട്ട് GTത്തെ ഒരു പ്ലെയർ അഗെയിൻസ്റ്റ് ആയിട്ട് രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള റെക്കോർഡ്സ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ജോസ് ബട്ട്ലർ ഇതുവരെ 5 ഇന്നിങ്സാണ് അദ്ദേഹം അഗെയിൻസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്തിട്ടുള്ളത് നമ്മുടെ GT ആയിട്ട്. അദ്ദേഹം 190 റൺസ് എടുത്തിട്ടുണ്ട്. 38 റൺസ് പെർ മാച്ച് അദ്ദേഹത്തിന് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ അഗെയിൻസ്റ്റ് ആയിട്ട് 5 മത്സരം കളിച്ച് 162 റൺസ് എടുത്തിട്ട് പെർ മാച്ച് 32 റൺസ് അഗെയിൻസ്റ്റ് GT ആയിട്ട് ആവറേജ് ഉണ്ട്. ശുഭ്മാൻ ഗിൽ അഗെയിൻസ്റ്റ് രാജസ്ഥാൻ റോയൽസുമായിട്ട് 12 ഇന്നിങ്സ് ആണ് ഏറ്റുമുട്ടിയിട്ടുള്ള 372 റൺസ് എടുത്തിട്ടുണ്ട്. 37 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട്. കെയിൻ വില്യംസൺ അഗെയിൻസ്റ്റ് ആയിട്ട് 8 ഇന്നിങ്സ് ആണ് നമ്മളെ രാജസ്ഥാൻ റോയൽസുമായിട്ട് കളിച്ചിട്ടുള്ളത്. 217 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 43 റൺസ് ആവറേജ് ഉണ്ട്. നൂർ അഹമ്മദ് 2 മത്സരം അഗെയിൻസ്റ്റ് ആയി കളിച്ച് 3 വിക്കറ്റാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്.
ടോപ്പ് പിക്കേഴ്സ് ബൈ വെന്യൂ. ഈ ഒരു വെന്യൂവിൽ നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലേയേഴ്സിനെയാണ് ഇനി പറയാൻ പോകുന്നത്. 11 മത്സരം കളിച്ച് 320 റൺസിന്റെ 32 റൺസാണ് പെർ മാച്ച് ആവറേജ് നമ്മുടെ ജയ്സ്വാളിന്റെ. അതുകൂടാതെ നമ്മുടെ ജോസ് ബട്ട്ലർ ആണെങ്കിൽ 17 ഇന്നിംഗ്സ് കളിച്ച് 626 റൺസ് എടുത്തിട്ടുള്ളത്, 45 റൺസാണ് പെർ മാച്ച് ആവറേജ് ഉള്ളത്. സഞ്ജു സാംസൺ ഇവിടെ ഈ ഒരു പിച്ചിൽ 27 മത്സരം കളിച്ച് 746 റൺസ് എടുത്തിട്ടുണ്ട്, പെർ മാച്ച് 35 റൺസ് ആവറേജ് റൺസ് ആയിട്ടുണ്ട്. ബർഗർ 2 മത്സരം കളിച്ച് 3 വിക്കറ്റാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ 4 ഇന്നിംഗ്സ് ഇവിടെ ബാറ്റ് ചെയ്ത് 106 റൺസ് എടുത്തിട്ടുണ്ട്, പെർ മാച്ച് 53 റൺസാണ് ആവറേജ്. അതുപോലെ തന്നെ കെയിൻ വില്യംസൺ 2 മത്സരം കളിച്ച് 76 റൺസ് എടുത്തിട്ടുള്ള, പെർ മാച്ച് 38 റൺസാണ് ആവറേജ് സ്കോർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ റാഷിദ് ഖാൻ 3 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 5 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നൂർ അഹമ്മദ് 1 മത്സരം കളിച്ച് 2 വിക്കറ്റും ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നേടിയിട്ടുണ്ട്. ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ആണ്. സേഫ് ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ റാഷിദ് ഖാൻ, ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ ഇവരെയൊക്കെ ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ നൂർ അഹമ്മദ്, അതുപോലെ കെയിൻ വില്യംസൺ, ബർഗർ, അതുപോലെ സഞ്ജു സാംസൺ, ജയ്സ്വാൾ ഇവരെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ടു ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രീമിലോ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാംഗ്ലൂരു അല്ലല്ലോ, രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് GT തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു പ്രിവ്യൂ ടീമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെവിടെ ഡേ? രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ബാംഗ്ലൂരു ടുമാറോ 7:30 ഇതാ വന്നു. ഓക്കെ, നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായി. പ്രൊജക്റ്റഡ് സ്കോറൊക്കെ എന്താണെന്ന് അറിയാം. ആവറേജ് പോയിന്റിനെയാണ് പ്രൊജക്റ്റഡ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ബൗളിങ്ങിൽ തന്നെ നമുക്ക് ബൗളേഴ്സിൽ ഇപ്പോൾ നമ്മുടെ ട്രെന്റ് ബോൾട്ടിനെ എടുക്കാം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാഷിദ് ഖാനെ എടുക്കാം. രണ്ടുപേരും തീർച്ചയായിട്ടും നമുക്ക് പിക്ക് ചെയ്യാം. മോഹിത് ശർമ്മ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്ലെയറാണ്. കുഴപ്പമില്ലാത്ത പ്ലെയർ എന്നല്ല, നല്ലോണം വിക്കറ്റ്സ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സഞ്ജു സാംസൺ, ജോസ് ബട്ട്ലർ രണ്ടാളെ നമുക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. ശുഭ്മാൻ ഗിൽ, ജയ്സ്വാൾ നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയറാണ്. കെയിൻ വില്യംസ് ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഗുഡ് പ്ലെയറാണ്, നല്ലൊരു പിക്ക് ആയിരിക്കും അദ്ദേഹം. അതുപോലെ തന്നെ ചഹാലും എടുക്കാം, കാരണം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഈ ബർഗർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ റീസെന്റ് കളിച്ച എല്ലാ മത്സരങ്ങളും ഡ്രീം ടീമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഒരു ടീം സ്ട്രോങ് കൂടുതലും ഒരു ടീം സ്ട്രോങ് കുറവുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ സായി സുദർശനെ കൂടെ നമുക്ക് നമ്മുടെ GTയിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ആണ്. സേഫ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ജോസ് ബട്ട്ലർ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഈ ഒരു മത്സരം നന്നായി കളിക്കുമെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. അത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. വൈസ് ക്യാപ്റ്റൻ നമ്മുടെ മോഹിത് ശർമ്മ നല്ലൊരു ഓപ്ഷനാണ്, പക്ഷേ ഞാൻ കൊടുക്കുന്നില്ല. നമുക്ക് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെ പോകാം, കാരണം അദ്ദേഹം അത്യാവശ്യം നല്ലൊരു പിക്കാണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ടീം നോക്കാം. ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, ശുഭ്മാൻ ഗിൽ, ജയ്സ്വാൾ, സായി സുദർശൻ, റിയാൻ പരാഗ്, യുവരേന്ദ്ര ചഹൽ, ട്രെന്റ് ബോൾട്ട്, മോഹിത് ശർമ്മ, റാഷിദ് ഖാൻ, ബർഗർ ഇത്രയും പേരെ നമ്മുടെ ടീമിലുള്ള. ഇതിൽ ശുഭ്മാൻ ഗിലിന് വൈസ് ക്യാപ്റ്റൻ കൊടുക്കാൻ അത്യാവശ്യം നല്ല റെക്കോർഡ്സ് ഉണ്ട് അഗെയിൻസ്റ്റ് ആയിട്ടും ഈ ഒരു പിച്ചിലും. അതുപോലെ തന്നെ സഞ്ജു സാംസണിന് 35 റൺസ് പെർ മാച്ച് ആവറേജ് റൺസ് ആയിട്ടുണ്ട്, 37 റൺസ് ബട്ട്ലറിന് ആവറേജ് ആയിട്ടുണ്ട്, ജയ്സ്വാളിന് 30 റൺസിൻ്റെ അടുത്ത് 30+ ആവറേജ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കെയിൻ വില്യംസൺ കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പ്രോബബിലി പ്ലേയിങ് ഇലവന് വരികയാണ്, ലൈനപ്പിൽ വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു ബോളറിനെ തട്ടിയിട്ട് നമുക്കൊരു ബാറ്റിങ്ങിൽ കൂട്ടി ഇടാട്ടോ, മാക്സിമം ബാറ്റിംഗ് സപ്പോർട്ടറായിട്ട് ഇടാൻ ശ്രമിക്കുക. ഞാൻ തീർച്ചയായിട്ടും ഇത് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ജയിക്കും എന്നുള്ള ഒരു രീതിക്കാണ് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ 3 ആൾക്കും, അതായത് ഈ രാജസ്ഥാൻ റോയൽസ് 3 പ്ലെയേഴ്സിന് നല്ല റെക്കോർഡ്സ് ഉണ്ട്. ട്രെന്റ് ബോൾട്ട് റീസെന്റ് ആയിട്ട് ഫോം അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.